നമസ്കാരം. സാമ്പത്തികമായി തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ഇനിയും അവരുടെ ഇപ്പോഴത്തെ ദയനീയമായ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും പാഠം പഠിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ദിവസച്ചെലവിന് വേണ്ടി പാകിസ്ഥാൻ ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ലോകരാജ്യങ്ങളിൽ നിന്നും അതുപോലെ വേൾഡ് ബാങ്കിൽ നിന്നും കടം വാങ്ങി മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദയനീയമായ പരിസ്ഥിതിയിൽ പോലും പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവരുടെ മിലിറ്ററിയും ഇപ്പോഴും ജമ്മു ആൻഡ് കാശ്മീർ അവരുടേതാണെന്ന് ആവർത്തിച്ച് ആണയിട്ട് കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് കൃത്യമായി അറിയാം ജമ്മു ആൻഡ് കാശ്മീർ അവർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന്. അതുപോലെ അവർക്ക് കൃത്യമായി അറിയാം പാകിസ്ഥാൻ്റെ കീഴിലുള്ള ബലൂചിസ്ഥാൻ പ്രൊവിൻസും അതുപോലെ ഗിൽക്രിറ്റ് ബാൾട്ടിസ്ഥാൻ പ്രൊവിൻസും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ലയിക്കുമെന്ന്. ചൈനയിൽ നിന്നും ലോകബാങ്കിൽ നിന്നും വായ്പയായി വാങ്ങിയ $multi-billion പലിശ പോലും കൃത്യമായി അടക്കാൻ പറ്റാതെ നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ വീണ്ടും പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് അശാന്തി സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഓരോ നീക്കവും കൃത്യമായി അറിയാവുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ മിലിറ്ററിയും ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് നുഴഞ്ഞ് കയറിയ പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റുകളെ ഒന്നൊന്നായി കൊന്നടക്കിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ പാകിസ്ഥാൻ്റെ ഗൂഢോദ്ദേശം കൃത്യമായി മനസ്സിലാക്കിയ ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ പോലീസിനെയും അതുപോലെ ഇന്ത്യൻ മിലിറ്ററിയെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ്റെ ഗൂഢോദ്ദേശത്തോടു കൂടിയുള്ള അജണ്ട കാശ്മീരിൽ ഇനിയും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഇനിയും പാകിസ്ഥാൻ ഗവൺമെൻറ് ജമ്മു ആൻഡ് കാശ്മീരിൽ അശാന്തി സൃഷ്ടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നാൽ ബലൂചിസ്ഥാനിലെയും അതുപോലെ ഗിൽക്രിറ്റ് ബാൾട്ടിസ്ഥാനിലെയും ജനങ്ങളുടെ സ്വാതന്ത്ര്യ മോഹത്തെ ഇളക്കിവിട്ട് അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അവരുടെ പ്രൊവിൻസുകൾ ഇന്ത്യയിൽ ലയിപ്പിക്കേണ്ട സത്വര നടപടികൾ ഇന്ത്യൻ ഗവൺമെൻറ് ആരംഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.